മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തിരുവനന്തപുരത്തെ ധാരാളം പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടാറുണ്ട്. പതിവില്ലാത്ത വിധത്തിൽ തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ജനതയുടെ നവോത്ഥാനം വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. പണ്ട് ഏതെങ്കിലും പ്രോഗ്രാം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ പോവാന്ന് പറഞ്ഞാൽ ഒരു വിഷമമാണ്. കാരണം 40, 50, 60, 100 പേരുണ്ടാവും. ക്രമീകരണം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ല, നല്ല മാറ്റമുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും 100-ൽ ഒരു 50 സ്ഥലത്തെങ്കിലും ഒ രാജഗോപാൽ ജി MLA-യും കൂടെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വരി കേട്ടു. ഒരു വരിയല്ല, ഒരു സന്ദേശം കേട്ടു. നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ളൊരു സന്ദേശമാണ്. അദ്ദേഹം പറയായിരുന്നു, കുറേ പേര് അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ തോക്കുമെന്നറിഞ്ഞിട്ടും പിന്നെയും ഇലക്ഷന് നിൽക്കുന്നത്? ഇത്ര പ്രായമായില്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം മാറി നിന്നൂടെ? ഈ രാഷ്ട്രീയത്തിൽ എന്ത് കിട്ടാനാണ്? സാധാരണ രീതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെ കുറിച്ചല്ല, പ്രായമായവരെ കുറിച്ച്. അദ്ദേഹത്തിനെ കുറിച്ചും തോന്നിയിട്ടുണ്ട്. ഇനി മതിയാക്കിക്കൂടെ? ജയിക്കില്ലെന്ന് ഉറപ്പാണ്, പിന്നെ എന്തിനാ? അതിന് ഈ അടുത്ത കാലത്ത് അദ്ദേഹം നൽകിയൊരു മറുപടി, അദ്ദേഹം തന്നെ പ്രസംഗിച്ചതാണ്, നമ്മളാരും ചോദിച്ചതല്ല. അദ്ദേഹം നൽകിയ മറുപടിയിലായിരുന്നു വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ഇത്രയും കാലം ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോൾ തോക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഇലക്ഷൻ എന്ന പേരിൽ ഞാൻ ഓരോ മുക്കിലും മൂലയിലും ചെന്ന് ക്ലാസ് എടുക്കുമ്പോൾ, പ്രഭാഷണം നടത്തുമ്പോൾ, വോട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഈ നാടിനെക്കുറിച്ചും എൻ്റെ പാർട്ടിയുടെ സാർവലൗകികമായിട്ടുള്ള വീക്ഷണത്തെക്കുറിച്ചും ഏകാത്മ മാനവവാദത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും എല്ലാം പറയാനും ജനങ്ങളുടെ നന്മ എന്ന് പറയുന്നത് എന്താണെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെങ്ങനെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താനും എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. ഞാൻ വിജയിക്കോ പരാജയപ്പെടുവോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. ഈവൻ വിജയിച്ചാൽ തന്നെ LDFും UDFും മാത്രമുള്ള ഒരു നിയമസഭയ്ക്കകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും വളരെയധികം ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രദർശനാത്മകമായിട്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഞാൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് ആൾക്കാരെ വിളിച്ചു വരുത്താനുള്ള പ്രവർത്തകരുണ്ട്. അവരിരുന്ന് തരാൻ തയ്യാറാണ്, അവരത് സ്വീകരിക്കാൻ തയ്യാറാണ് ജനങ്ങൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇലക്ഷന്റെ പ്രഭാഷണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഇപ്പോ ഒരു പ്രഭാഷണം എല്ലാ മുക്കിലും മൂലയിലും സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കാം. ഒരുപക്ഷെ വിജയിച്ചു എന്നേ വരില്ല, കാരണം ആരും വന്നൊന്നും വരില്ല. അഥവാ ഇനി വരുത്തണമെങ്കിൽ തന്നെ എത്രയാ എക്സ്പെൻസ് വരിക? നോട്ടീസ് അടിക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം, പിന്നെ പോലീസിന്റെ പെർമിഷൻ എടുക്കണം, അതേപോലെ തന്നെ അനൗൺസ്മെന്റ് വേണം, 10,000 രൂപ മിനിമം വേണം, ഫ്ലക്സ് അടിക്കണം, എല്ലാം വേണം. പക്ഷെ ഇലക്ഷൻ അത് വേണ്ട, അത്രയും വേണ്ട. വളരെ എളുപ്പത്തിൽ ഒരു നിയോജക മണ്ഡലം മുഴുവനും 2-3 ആഴ്ച കൊണ്ട് അടിമുടി കയറി ഇറങ്ങി അറിയിക്കേണ്ടത് അറിയിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് നമ്മുടെ ധർമ്മം എവിടെയെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ അവിടെ എല്ലാം അത് അറിയിക്കാം. അവസരങ്ങൾ ഉണ്ടാക്കി അറിയിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യാം. അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഉപയോഗിക്കാം. എപ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ ചില കുട്ടികളുണ്ട്, ഞാനൊരു 5 പാട്ട് പാടട്ടെ, 2 പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ ചോദിക്കുന്നത്. മുമ്പിൽ ആൾക്കാർ കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ, എന്നാലും ആ കുട്ടികൾക്ക് സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ ഫ്രീ ആയിട്ടാണ്. ഒരവസരമാണ്, സ്റ്റേജ് ഫ്രൈറ്റ് പോകാൻ അവസരമാണ്. അപ്പം അമ്പലത്തിലെ ഉത്സവത്തിൽ, അമ്പലത്തിലെ ആഘോഷത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിൽ ഇവിടെ എല്ലാം ആൾക്കാർ കൂടുന്നു.
കറക്റ്റ് ടൈമിൽ പ്രഭാഷണമോ നൃത്യങ്ങളോ എല്ലാം ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പും നമുക്ക് സമയമുണ്ട്, അതിനിടയ്ക്കും സമയമുണ്ട്. ചില വിവാഹ വേദിയിൽ സമയമുണ്ടാവും, ചില തറക്കല്ലിടൽ മന്ത്രിമാരുടെ പരിപാടികളിൽ സമയമുണ്ടാവും, അവസരം ഉണ്ടാവും. ഈ അവസരങ്ങളെല്ലാം ഇടിച്ചു കയറി അവർക്ക് താല്പര്യമില്ലാത്തത് ചെയ്യണമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ലഭിക്കുന്ന അവസരം മുഴുവനും. ഇന്നലെ ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അമേരിക്കയിൽ നിന്ന് അറിയിച്ചത് വായിക്കുകയുണ്ടായി. സാറ് അവിടെ നിന്നൊരു സ്പീച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ കുറേ പേര് ഇവിടെ ഇരുന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, ചർച്ച ചെയ്യാം. സാർ അവിടെ നിന്ന് ഒരു ടെലി സ്പീച്ച് തരികയാണെങ്കിൽ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് ഞങ്ങളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് അത് ഫേസ് പേജിൽ ഷെയർ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ലിങ്ക് വാട്സപ്പിലൂടെ കൊടുക്കാം. അപ്പോൾ ശരിക്കും ആലോചിക്കുക, കുറച്ച് പേരെ മുമ്പിലുള്ളൂ എങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫേസ് പേജിൽ ഷെയർ ചെയ്തിട്ട് അതേപോലെ തന്നെ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ കാര്യം എത്രത്തോളം വ്യക്തികളിൽ എത്തുന്നു എന്ന് നോക്കുക. അപ്പം നമ്മളുടെ ട്രഡീഷണൽ വീക്ഷണം കുറെ മാറിയിട്ട് രാജഗോപാൽജി പറഞ്ഞ മാതിരി ജയിക്കുന്നോ തോൽക്കുന്നോ ഇതൊക്കെ സെക്കൻഡറിയാണ്, അല്ല ഈവൻ പ്രൈമറി ആണെന്ന് തന്നെ വിചാരിക്കാം. അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ അതിൻ്റെ പേരിൽ ചെയ്ത മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാവുന്നില്ലല്ലോ, അത് ധന്യമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എത്രയെല്ലാം സാധിക്കുന്നുവോ ആ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു നോട്ടീസ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറകിൽ ബ്ലാങ്ക് സ്പേസ് ആണെങ്കിൽ അതിലും എന്തെങ്കിലും നല്ല രീതിയിൽ നല്ല മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ കീർത്തനങ്ങളോ അടിച്ചു ചേർക്കാം. ദൈവദശകം പോലെയുള്ളത് നല്ല രസമാണ്. എത്ര പേരുടെ വീട്ടിലാണ് ദൈവദശകം എത്തിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത്. അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ കൊട്ടേഷൻ, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ കൊട്ടേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു 15 പോയിന്റ് എഴുതാം. ജീവിതത്തിൽ പകർത്താൻ പറ്റാത്തതായിട്ടുള്ള പോയിന്റുകൾ എഴുതരുത്, നല്ല പോയിന്റുകൾ എഴുതിയിട്ടാണ്. ചെറിയൊരു ബിറ്റ് നോട്ടീസ് അടിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ സ്ഥലം ഉപയോഗിക്കാം. ചെറിയ രീതിയിൽ സ്വാഗത പ്രസംഗം പറയുകയാണെങ്കിൽ അതിലൂടെ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ലെവലിലേക്ക് ഉയരിക്കാം. പറയാനുള്ള കുറേ കാര്യങ്ങൾ ധന്യമായിട്ട് പറയുക, അറിയിക്കാനുള്ളത് അറിയിക്കാം. ആരെയും ചവിട്ടി പുറത്താക്കാതെ എല്ലാവരും അടിച്ചകത്താക്കാം. എവിടെയൊക്കെ അവസരം കിട്ടുന്നോ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ അറിയാനും അറിയിക്കാനും ശ്രമിക്കാം. ഇങ്ങനെ ഒരു ഇലക്ഷനിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ധന്യമായിട്ടുള്ള പ്രയോജനം എങ്ങനെയാണോ ശ്രീ രാജഗോപാൽ എന്ന് പറഞ്ഞ ശരിക്ക് മാനസികമായിട്ട് ഇപ്പോഴും ചെറുപ്പമാണെങ്കിലും ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വയ്യ, എന്നാലും 10-15 പ്രോഗ്രാമുകളിലാണ് അദ്ദേഹം ഒരു ദിവസം പങ്കെടുക്കുന്നത്. എന്നിട്ടും ആരോഗ്യമുണ്ട്. പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ഭക്ഷണം, റോഡ് സൈഡിലെ ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യുന്നത്. ധന്യമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെതായിട്ടുള്ള സാധാരണ ജനതയുടെ മനസ്സിൽ തോന്നുന്ന നെഗറ്റീവുകളൊന്നുമില്ലാതെ ധന്യമായിട്ടുള്ള ഒരു അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുന്ന മാതിരി, ഒരു ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന മാതിരിയുള്ള ഉപദേശത്തിൻ്റെ വാക്കുകൾ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരമേശ്വർജിയുടെ നവതിയോടനുബന്ധിച്ച് ഉള്ള പരിപാടിയിൽ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വരികൾ കൂടി ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.